രാവിലെ തന്നെ കുളിച്ച് യാത്രയ്ക്ക് ഒരുങ്ങാണേ. യാത്ര പോകുന്ന സ്ഥലത്ത് കൂടി നമ്മൾ അമ്പലമുള്ള അവിടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ബസ് കയറാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബസ് അവിടെ സ്റ്റോപ്പായി നിൽക്കുന്നുണ്ട്. അതിൽ കയറി സീറ്റ് പിടിക്കണം. 9 മണിക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് 13 രൂപ ചുങ്കത്ത് ഇറങ്ങി ഹോസ്പിറ്റലിൽ നടക്കുക. കുറച്ച് ദൂരം നടക്കാണ്ട് ഹോസ്പിറ്റലിൽ. എന്തുകൊണ്ടൊന്നും ഹോസ്പിറ്റലിൽ തിരക്കൊന്നുമില്ല. അങ്ങനെ 2 ലൈനാണ്, ലേഡീസും ജെൻസും. ജെൻസിൽ 2 മിലിറ്ററിക്കാരുടെ തൊട്ട പുറകിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ തൊട്ട മുന്നിലുള്ള ആളുകൾ പോയതുകൊണ്ട് ഞാൻ QR കോഡ് സ്കാൻ ചെയ്ത് ടോക്കൺ ലഭിച്ച് ഡോക്ടറെ അടുത്തെത്തി. ഞാൻ ഡോക്ടറെ കണ്ടു അടുത്ത ലക്ഷ്യം ഇനി ഫിസിയോതെറാപ്പി യൂണിറ്റിലൊന്ന് പോകണം. അത് 3-ാം നിലയിലാണ്. ഞാൻ ലിഫ്റ്റ് കയറി 3-ാം ഫിസിയോനെയും കണ്ട് താഴെ ഇറങ്ങി. അപ്പം നിൽക്കുമ്പോൾ ട്രെയിന് പോകുന്ന ബ്ലോക്ക്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്ന കഷായം നാടി കഷായമാണ്. അത് പ്ലാസ്റ്റിക് കുപ്പിയിൽ വാങ്ങാൻ പാടില്ല, കുപ്പിയിൽ വാങ്ങാം. കഷായത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ബസ്സിന് കിട്ടിയ ബാക്കി ചില്ലറ അത് ഒരു കുഞ്ചിലിട്ട് സെറ്റാക്കി. പിന്നെ ചോറ് കഴിക്കണം. അങ്ങനെ അയലക്കറിയും കൂട്ടിലെ ചോറാണ്. ചപ്പാത്തി ഇല്ല, ദിവസം ചപ്പാത്തി ഉണ്ടാവുക. അങ്ങനെ ചപ്പാത്തി അത് കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ് പിന്നെ അമ്മേൻ്റെ വക ഒരു ധാന്യപ്പൊടിയും ഹോർലിക്സും അതും കഴിച്ച് പിന്നെ കൂട്ടുകാരുടെ അടുത്തേക്കൊന്ന് പോകണം. അത് കഴിഞ്ഞ് പിന്നെ